ഹലോ ഗായ്സ്, ഇന്ന് ബോറടിച്ചപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇലയട. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ശർക്കര, പിന്നെ അതേപോലെ തേങ്ങ ചിലവ് തീരാറായൊരു തേങ്ങയാണ്, എന്നാലും കുറച്ചുണ്ട്. അപ്പോൾ ആ ശർക്കരയും തേങ്ങയെല്ലാം എടുത്ത് ഇതേപോലെ മിക്സാക്കി ചിരണ്ടി വെച്ചു. ഏലക്കാപ്പൊടി ഉണ്ടെന്നല്ലായിരുന്നു, പക്ഷേ ഏലക്കാപ്പൊടി ഇല്ല. പിന്നെ ഇല കീറിക്കൊണ്ട് വന്നിട്ട് വാഷ് ചെയ്യുവാണ്. പിന്നെ അരിപ്പൊടി മെല്ലെ കുഴച്ചു, ഉപ്പൊക്കെ ഇട്ട്. ഇതിൻ്റെ പാകമൊന്നും എനിക്കറിയത്തില്ല എത്രമാത്രം കുഴക്കണം എന്നൊക്കെ, എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ കുഴച്ച് എന്തൊക്കെയോ ആക്കി. എന്നിട്ട് ഇലയിലേക്ക് പരത്താൻ നേരത്ത് അത് മര്യാദയ്ക്ക് ഒട്ടുന്നില്ലായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ പണ്ട് അമ്മൂമ്മ ചെയ്യുന്നത് ഓർത്തു കുറച്ച് വെള്ളമൊക്കെ തേച്ച് നോക്കിയപ്പം കുറച്ചുകൂടെ ഒട്ടാൻ വേണ്ടി തുടങ്ങി. നമ്മളെപ്പോഴും കുക്കിംഗ് ചെയ്യാത്തത് കൊണ്ട് ഇത് എത്രമാത്രം കുഴയ്ക്കണം, എത്രമാത്രം വെള്ളം വേണം, ഇതൊന്നും കറക്റ്റ് അറിയത്തില്ല. എന്തൊക്കെയാണ് കാണിക്കുക, അങ്ങനെ ഓരോന്നും ചെയ്ത് ഇത് ഒരു പ്രാവശ്യം ഇലയട ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 4 കൊല്ലം കഴിഞ്ഞായിരിക്കും പിന്നീട് ഉണ്ടാക്കുന്ന ഇലയട. അതുകൊണ്ടാണ് ഓർമ്മയില്ലാത്തത്. എന്നാലും ചെറിയ ഓർമ്മ വെച്ചത് കണ്ടോ, ഇലയിലൊന്നും ഒട്ടുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ കുറച്ചുകൂടെ വെള്ളമൊക്കെ ആക്കി എങ്ങനെയൊക്കെയോ സെറ്റാക്കി. പിന്നെ അതിനകത്ത് കുറച്ച് ശർക്കരയൊക്കെ വെച്ചു. അപ്പം ഞാനും എൻ്റെ താഴെയുള്ള പയ്യന്മാർക്കും കൂടെ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 2-3 എണ്ണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് മാത്രമാണെങ്കിൽ ഒറ്റ എണ്ണം ഉണ്ടാക്കിയാൽ മതി. അവന്മാർക്കും കൂടെ ഉള്ളതുകൊണ്ടാണ് കുറച്ച് വൃത്തിക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഞാനാണെങ്കിൽ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയേനെ. അപ്പോൾ ഓരോ ഇലയുടെ റെഡിയായി ഗൈസ്. ഇനി ഇതേപോലെ 3-4 എണ്ണം ഉണ്ടാക്കണം. ഇതൊക്കെ പണ്ടുണ്ടാക്കി തരുന്ന വീട്ടുകാരുടെയൊക്കെ കഷ്ടപ്പാട് ഞാനിപ്പോൾ ആലോചിച്ചു. ഇത്ര പാടായിരുന്നു ഒരു കുട്ടീനെ വളർത്താൻ. അതിനുശേഷം നമ്മളിതുപോലെ അടുപ്പത്ത് വെച്ച് ആവി കയറ്റി ശേഷം ബാക്കിയുള്ള താഴത്തെ ആൺപിള്ളേർക്ക് കൊടുത്ത് ഞാനും കുറച്ച് തിന്നു ഗായ്സ്. വലിയ രുചിയുണ്ടോയെന്ന് ചോദിച്ചാൽ അത്യാവശ്യം രുചിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വീട്ടുകാരുണ്ടാക്കുന്ന അത്രയും ടേസ്റ്റൊന്നും വന്നില്ല. അഡ്ജസ്റ്റബിൾ. ഓക്കെ.